ചില പിഗ്മെന്റേഷൻ കൈമുട്ടിലും നക്കിൾസിലും കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും പിന്നിലുള്ള പിഗ്മെന്റേഷൻ വെറുതെ ഒരു കളർ ചേഞ്ച് ആയിക്കൊള്ളുന്നില്ല. ഇത് B12 ഡെഫിഷ്യൻസിയുടെയും ലക്ഷണമാവാം. ഇങ്ങനെയുള്ളവർക്ക് കയ്യിലോ കാലിലോ ടിംഗ്ലിംഗ് സെൻസേഷൻ, തരിപ്പ് പോലെ അനുഭവപ്പെടാം. മുഖത്തോ ലിപ്സിലോ സ്കിൻ പൊളിഞ്ഞു പോകുന്നതായിട്ടും റെഡ്നെസ്സോ ഇറിറ്റേഷൻ വരുന്നതായിട്ടും തോന്നാം. ക്ഷീണവും വളർച്ചയും ഉണ്ടാവാം. ഇതെല്ലാം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആവാം. ഒരു ഡോക്ടറെ, ഒരു ഫിസിഷ്യനെയോ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ കണ്ട് വൈറ്റമിൻ B12 ലെവൽസ് ചെക്ക് ചെയ്യണം. നോൺ വെജിറ്റേറിയൻ സോഴ്സസിലാണ് വൈറ്റമിൻ B12 കൂടുതലായിട്ടുള്ളത്. ഇറച്ചിയിൽ നിന്നും മീനിൽ നിന്നും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് B12 കൂടുതലായിട്ട് കിട്ടുന്നത്. പ്ലാന്റ് സോഴ്സസ് B12 ഉണ്ടാക്കുന്നില്ല. നോൺ വെജിറ്റേറിയൻസിന് B12 ധാരാളമായിട്ട് കിട്ടുമെങ്കിലും വെജിറ്റേറിയൻസിന് B12ന്റെ സോഴ്സസ് ഡയറി പ്രൊഡക്ട്സ്, പാലും തൈരും മാത്രമാണ്. ചില ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ്, ഈസ്റ്റ് ഉപയോഗിക്കുന്ന ഫെർമെൻറ്റഡ് പ്രോഡക്ട്സിലും B12 ഉണ്ട്. എന്നാൽ നോൺ വെജിറ്റേറിയൻസിനും B12 ഡെഫിഷ്യൻസി വരാം. കഴിക്കുന്ന ഭക്ഷണം ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് കുറവാണെങ്കിലും B12 ഡെഫിഷ്യൻസി വരാം. B12 ലെവൽസ് തീരെ കുറവാണെങ്കിൽ ഇഞ്ചെക്ഷൻസ് എടുക്കാം. ഡെഫിഷ്യൻസി മീഡിയം ലെവൽ ഡെഫിഷ്യൻസി മാത്രമാണെങ്കിൽ വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ് ചെയ്താൽ മതിയാവും. എല്ലാ പിഗ്മെൻറ്റേഷനും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. ഇൻറ്റേർണൽ റീസൺസ് കൊണ്ടാണോ, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് സിസ്റ്റമിക് ആയിട്ടുള്ള കാരണങ്ങൾ, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണോ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത് എന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യാൻ.